കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിൽ CPI നേതാവും LDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് രാമഗിരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. കാലങ്ങളായി CPI MLA-മാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം. അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, അവിടെ പ്രചരണം എങ്ങനെ അടിപൊളിയായി തുടങ്ങുന്നുണ്ടോ? ശ്രീജ, അല്പസമയം മുമ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നെല്ലെടുപ്പ് സ്തൂപമുണ്ട്. രാമഗിരിയിലെ സ്മരസ്തൂപത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നമ്മോടൊപ്പമുണ്ട്, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. വളരെ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ നിമിഷം മുതൽ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. മലയോരത്തടക്കം എത്തിച്ചേരേണ്ടത്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഇന്നത്തെ ആദ്യ ദിനത്തിൽ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇന്ന് എത്ര സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്? ഇന്ന് ഇപ്പോൾ അജാനൂരിൽ നിന്ന് തുടങ്ങി ഇനി കാഞ്ഞങ്ങാട്, മടിക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? പ്രചരണത്തിലേക്ക് പോവുകയാണ്. LDF-ന്റെ അടിയുറച്ച മണ്ഡലമാണ് കാലങ്ങളായിട്ട്. എന്താണ് ഇത്തവണ ജനങ്ങളോട് പറയുന്നത്? എന്താണ് പ്രധാനമായ പ്രചരണ വിഷയം? വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന ജനക്ഷേമ പദ്ധതികൾ, അത് ജനങ്ങളോട് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതുപോലെ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും ഉതകുന്ന ഒരുപാട് പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അതിനൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ വലിയ അംഗീകാരവും സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്കൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഒരു ചെയ്തു തീർക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വികസന കാര്യം ഇനിയുള്ളതായിട്ട് കാണുന്നുള്ളത്? ഇപ്പോൾ നേരത്തെ ഇവിടെ കാഞ്ഞങ്ങാട് MLA ചന്ദ്രേട്ടൻ സൂചിപ്പിച്ചു, തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ഇനി അതുപോലെ ഈ കാലയളവിൽ ചെയ്യാൻ ബാക്കി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം. ഇപ്പോൾ UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല, ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് UDF തീരുമാനിക്കുന്നില്ല. പിന്നെ ആരായാലും കേരളത്തിലെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ജനങ്ങൾ ഈ കാലമത്രയും തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നവരാണ്. ആ നിലയിൽ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളുമെല്ലാം ജനങ്ങളോട് പറഞ്ഞാൽ വലിയ അംഗീകാരം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർന്നു വരുമെന്ന് കരുതുന്നു താങ്കൾ? ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സാധാരണ മുന്നണി എന്നുള്ള നിലയിൽ കൂട്ടായി ആലോചിച്ച് ചെയ്യുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നടത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നണി ആലോചിച്ചു. ഇന്ന് എത്ര സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ആദ്യ ദിനത്തിൽ? ഇന്നിപ്പോൾ രാവണേശ്വരത്തു നിന്ന് തുടങ്ങി ഇനി കാഞ്ഞങ്ങാട് ചില സമര കേന്ദ്രങ്ങളിലും അതുപോലെ മടിക്കൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ തന്നെ സ്ഥാപക നേതാക്കളുടെ ഒരാളെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ്റെ സ്തൂപം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പോകണമെന്നാണ്. ശ്രീജ, എന്തായാലും ആവേശകരമായൊരു തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ജന്മപ്രദേശം കൂടിയായ രാവണേശ്വരത്തെ നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിനരികിൽ നിന്നാണ് പ്രവർത്തകരോടൊത്ത് നിലവിലെ MLA ചന്ദ്രശേഖരനടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു സാന്നിധ്യത്തിൽ ഇപ്പോൾ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CPI-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിനകത്ത് പൊതുപ്രവർത്തന രംഗത്ത് ലാളിത്യത്തിൻ്റെ പര്യായമാണ് ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. നേരത്തെ ഏറെക്കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു CPI-യുടേത്. LDF-ന്റെ പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. ശ്രീജ, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അനൂപ് നീലേശ്വരം.